ശ്രീ അനിൽകുമാർ, ആദ്യത്തെ ചോദ്യം, എന്താണ് ഇവിടുന്ന് ഈ അണിയറയിൽ നിന്നുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ മനസ്സിലാവുന്നത് എന്താ? ഓരോ ദിവസവും കഴിയുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഘടകങ്ങൾ വികസിച്ച് വരികയായിരുന്നു. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജോസ് വികസിപ്പിക്കുന്നുണ്ടല്ലോ. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെ നിലമ്പൂർ എന്ന് പറയുന്നത് നിശ്ചയിച്ചുറപ്പിച്ച നന്മയുടെ, നിശ്ചയിച്ചുറപ്പിച്ച രാഷ്ട്രീയ ഉണർവിന്റെ ഒരു തട്ടകമായി മാറി. ഞങ്ങൾക്ക് നിറഞ്ഞ അഭിമാനമുണ്ട്. 9 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ സർക്കാർ ഭരണം, അതിന്റെ ഭാഗമായി നാട്ടിൽ നേടിയിട്ടുള്ള വികസന നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഈ പ്രദേശത്തെ ആളുകൾ പൊതുവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കാൻ അല്പം കൂടിയുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്ന ശേഷി ഞങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് 9 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു, അൻവർ ഇവിടെ പ്രചരണ രംഗത്തില്ലല്ലോ, അൻവറിനെ കാണുന്നില്ല, അൻവറിന്റെ വണ്ടിയില്ല, പ്രശ്നം ഇവിടെ മാധ്യമങ്ങളുടെ ബഹളതായിരുന്നു. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് തുടങ്ങിയ റാലി വഴിക്കടവിലായിട്ടും നിലമ്പൂരിലെ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്ത വിധമുള്ള റോഡ് ഷോ ഞങ്ങൾ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും. ആർക്കാണ് സംശയമുള്ളത്? ആർക്കായാലും സംശയമുള്ളത്? ഇയാൾ എന്തൊക്കെയായി കിടന്ന് പുലമ്പുന്നേ? മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായില്ല. അൻവർ ഉയർത്തിയ രാഷ്ട്രീയം, അപ്പൊ അൻവർ ഇവിടെ ജയിക്കും, ഒരു സംശയം വേണ്ട. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം. പി വി അൻവർ പല കാര്യങ്ങളും പറയട്ടോ. പി വി അൻവർ മത്സരിക്കില്ല എന്ന് പറയും, മത്സരിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ എല്ലാവരും 23-ാം തീയതി ജനങ്ങളെ കാണുന്ന ആളുകളാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ആരും ഇവിടുന്ന് വണ്ടി എടുത്ത് പോകില്ല. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അൻവർ ഇവിടെ ഉണ്ടാവും. അൻവർ ഇവിടെ ജയിച്ചിരിക്കും. നമുക്ക് രാഷ്ട്രീയം പലതും ഉണ്ടാവാം. ഞാൻ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നു. എന്തിനായിരുന്നു സർ നിങ്ങൾ ഈ പാവങ്ങളെ ചതിച്ചുകൊണ്ട് എന്തിനാ രാജിവെച്ച് ആ കസാര ഇപ്പുറത്ത് മാറ്റിയിരുന്ന് ഭരണപക്ഷത്തോട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിരുന്ന് ചോദിക്കാമായിരുന്നില്ല നിലമ്പൂരിന്റെ അവകാശങ്ങളും ആവശ്യങ്ങളും? ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നെങ്കിൽ MLA ആയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ, അതോ പുറത്തു വന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ കേരളത്തിൽ കാര്യങ്ങൾ നടപ്പിലാവുക? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശ്രീ ജ്യോതികുമാർ, താങ്കൾ വരുമ്പോഴേക്കും ഞങ്ങൾ റൗണ്ട് പൂർത്തിയാക്കി. അതായത് LDF ഉറച്ച വിജയം സുനിശ്ചിതം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നമ്മൾ എറണാകുളത്ത് തൃക്കാക്കരയിൽ പങ്കെടുത്തിരുന്നു. പുതുപ്പള്ളി കണ്ടു, പാലക്കാട് കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് കണ്ടു. അവിടെയൊക്കെ അനിൽകുമാറിന്റെ അവകാശവാദം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നാടായ പുതുപ്പള്ളിയിൽ, കോട്ടയത്ത് അദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷയായിരുന്നു. പാലക്കാടും അങ്ങനെയായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം പരിപൂർണമായും UDF അനുകൂലമാണ്. ഈ സംസ്ഥാനത്തുള്ള സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? UDF സർക്കാർ 2016 അധികാരം ഒഴിയുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ 5 കോടിക്ക് മുകളിൽ 6 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ബാധ്യത എന്ന് കൂടി നമ്മൾ മറക്കരുത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കേട്ടല്ലോ, 75,000 വോട്ടാണ്. അല്ല, ആദ്യം ബഹുമാനപ്പെട്ട ചാമക്കാലയെ ഒന്ന് ആദരിക്കട്ടെ. 2016 ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2021 വന്നപ്പം ഇവരെ ആത്മവിശ്വാസം ഉണ്ടാക്കുക മാത്രമല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ ആഭ്യന്തരമന്ത്രി, ചാമക്കാല ഏത് മന്ത്രിയായിരുന്നു എന്നറിയില്ല. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കയ്യ് വെച്ചേക്കണ്ണ. ഇതാ മലപ്പുറത്ത് കേരളത്തിന്റെ വിസ്മയം, നിപ്പ രോഗിയെ മോചിപ്പിച്ച, ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയല്ലേ? കേരളത്തിന്റെ ആരോഗ്യ മേഖല LDFന്റേതാണ്. ശരിയാക്കി തരാടോ, ശരിയാക്കി തരാം. രാജ്യത്ത് 1-ാം സ്ഥാനത്താണെങ്കിൽ നിപ്പ രോഗി മരിക്കുവോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോ കേരളത്തിൽ ബഡ്ജറ്റ് എത്രയായിരുന്നു? 2016 മാർച്ച് 31 മാത്രമാണോ? മനുഷ്യനിട്ട് ഇങ്ങനെ കുരങ്ങ് കേൾപ്പിക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട CPMന്റെ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോണു?
പഴയ സ്ഥലത്ത് പോയിരിക്കും. ഇവിടെ ചികിത്സിച്ചുകൂടെ? ശരി ശരി ഏ? അതാണ് ഇത് വലിയ തെറ്റാ. ചേട്ടാ ഇവിടെ എന്താ സംഭവിക്കാൻ പോണം ഏ? എന്താ സംഭവിക്കാൻ പോണം ഇവിടുത്തെ ആരോഗ്യ മേഖല 100% പരാജയം. ആ, ശരി, കാരണം ശരി, LDF ഇവിടെ ഒന്നും ശരി ചെയ്തിട്ടില്ല. ശരി ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കണ്ടേ? അതെ, ആ. സ്വരാജ് പറഞ്ഞിട്ടുണ്ട് അൻവർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? ആ ഒന്നും ചെയ്തില്ലെന്ന് സ്വരാജ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണോ? 9 വർഷം LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒന്നും ചെയ്തില്ലെന്ന്. ശരി. വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി ഞാനിനി എന്നാ ചെയ്യുവാ? കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഒരൊറ്റ പെട്ടെന്നൊരു മറുപടി എടുത്തു പോയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകണം എന്നുള്ളൊരു ന്യായമായ ചോദ്യമാണ്. നവകേരള സദസ്സിന്റെ വേദിയിൽ ചോദിച്ചതിന് മറുപടി പറയണം. നവകേരള സദസ്സിന്റെ വേദിയിൽ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ അന്നത്തെ MLA പറഞ്ഞു. എന്താ പറഞ്ഞത്? 2215 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ തന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വന്നിരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? സർക്കാർ 2215 കോടി രൂപയുടെ വികസനം ഇവിടെ നടത്തിയെന്ന് ശരി. ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മലയോര പാതയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മലയോര പാതയിലേക്ക് വരും. അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഏതാണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. എന്താണ്? ഈ ആരോഗ്യമേഖല ഇത്രയൊക്കെ മെച്ചപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് US പോകണം? കൃത്യമായിട്ട് പറയാം. ആരോഗ്യ മേഖലയുടെ ഒന്നാമത്തെ നേട്ടം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യ മേഖലയുടെ മികവുകളിൽ നമ്പർ 1 ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിന് ആരോഗ്യ മേഖലയ്ക്ക് തരുന്നത് നീതി ആയോഗാണ്. ശരി, അതൊക്കെ ഓക്കെ. അപ്പൊ അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. 2016 മുമ്പ് അങ്ങനെ തന്നെയല്ലേ? പാരാമീറ്റേഴ്സ് എല്ലാം കാലങ്ങളായി ആർജിച്ചതാണ്. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അത് പറഞ്ഞുതരാം. ആ ആർജിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ആർദ്ര മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്. ഞങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ്. ഇതെല്ലാം തകർക്കുമെന്ന് പറഞ്ഞവരാണ്. നമുക്ക് അടുത്ത റൗണ്ടിലാണെങ്കിൽ അതിന്റെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. അല്ല, അദ്ദേഹം മറുപടി പറയണം. അല്ല നമ്മുടെ പള്ളക്കാണല്ലോ ഇവന്റെ തുള്ളലി. ഒരു മറുപടി പറയണ്ട. അല്ല ശരിയാണ്, നമ്മൾ എല്ലാരും കേട്ടു, ലൈവായിട്ട് ആളുകൾ കേട്ടു. അപ്പൊ അദ്ദേഹം അതിൽ മറുപടി പറയാൻ അമേരിക്ക പോകണു. ഇവിടെ ആരോഗ്യ മേഖല ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം താല്പര്യമില്ല എന്നുള്ള കാര്യം ഉത്തരമില്ല. അങ്ങനെ നമുക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ കാശാ പോണ്. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. എനിക്ക് ചോദിക്കാനുള്ള ചാമക്കാലയോടാണ്. 1920 ശേഷം വന്നിട്ടുള്ള സംഘപരിവാർ RSS, 1940 ശേഷം വന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി, 2000 കൂടെ വന്നിട്ടുള്ള SDPI, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലെ വോട്ട് വേണ്ടാമെന്ന് UDFന്റെ പ്രതിനിധിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ചങ്കൂറ്റമുണ്ടോന്നുള്ളതാണ് ചോദ്യം. ഈ അങ്ങനെയുള്ള ചങ്കൂറ്റം LDF ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടോ ചോദ്യം കൂടിയില്ലേ? പ്രായോഗിക രാഷ്ട്രീയത്തിന് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് കേരളത്തിന്റെ മണ്ണിൽ സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ പിന്നെ സാരഥിയായിട്ടുള്ള എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ തീരുമാനം അതാണ്. നേരത്തെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്തു തെളിവാണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത്. എന്തു തെളിവ് എന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? അതായത് അപ്പോ LDFനെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDFനെ പിന്തുണച്ചതെന്ന് CPMന്റെ പ്രതിനിധിയോട് സമ്മതിക്കുകയാണ്. ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല. ആര്? ചാമക്കാല പിന്തുണയ്ക്കുന്നില്ല. എന്റെ PRO ഞാൻ എന്ത് പറയണം? ഞാൻ ഇദ്ദേഹത്തെ PRO ആയിട്ട് വെച്ചിട്ടുണ്ടോ? അവർ മതരാഷ്ട്രവാദികളാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയുക. അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വോട്ട് കിട്ടിയിട്ടില്ലേ? അല്ല, പറയാം. വോട്ട് കിട്ടിയിട്ടില്ലേ? പറയാം. വോട്ട് കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ചേട്ടാ
പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം. ഇല്ല പോവില്ല. അല്ല, അങ്ങനെ തന്നെ പോവാം. ഒരുമാതിരി കണവുള്ള വർത്താൻ പറയണ്ടല്ലോ, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. വിചാരിക്കണ്ട അങ്ങനെ. അല്ലല്ല അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതിപ്പോ ഒരു ഹൈ വോൾട്ടേജ് അതിന്റെയൊക്കെ ഭാഗമായി ആ ഹൈ വോൾട്ടേജ് ഒക്കെ കൈവച്ചാൽ നടക്കില്ല. ശരി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയാണ്. നിലമ്പൂരിന്റെ മണ്ടയിൽ ചവിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് കുറച്ച് UDF-ന്റെ പ്രവർത്തകർ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ പെരുമാറാനായാൽ അത് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇമാതിരി തോന്നിവാസങ്ങൾ എന്നോട് കാണിച്ചാൽ ഞാൻ ഇത് കളഞ്ഞിട്ട് പോവും. താങ്കളേക്ക് എത്തിയിട്ടില്ല. ഇതിൽ ഏത് പോയിന്റിലാണ് പിടിക്കുന്നത്? ഇതിൽ മതവും സമുദായ സംഘടനയൊക്കെ ചേർന്ന് സ്വാഭാവികമായിട്ട് അയ്യപ്പദാസ് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നത് ആദ്യം ആര് കെട്ടി, ആദ്യം ആര് മൊഴി ചൊല്ലി എന്നുള്ള ചർച്ച മാത്രമാണ്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ആ വിഭാഗത്തെ ആളുകളെ കൃത്യമായി കൈ കൊടുത്തിട്ടുണ്ട്, വേണ്ട ഉപകാരങ്ങളൊക്കെ അവരുടെ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് ആവശ്യം പോലെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആരാദ്യം കെട്ടി ആരാദ്യം മൊഴി ചൊല്ലി എന്നുള്ള ചർച്ച മാത്രമേ ഇവർ തമ്മിലുള്ളൂ. 2311 കോടി രൂപയുടെ വികസനം അൻവർ ഇവിടെ നടത്തി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയരുതായിരുന്നു. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്ത് ഇവരല്ലേ സാർ? വിദ്യാഭ്യാസ മേഖല ശിവൻകുട്ടി തകർത്ത് ഇവരല്ലേ സാർ? പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. ശിവൻകുട്ടി മന്ത്രിയുടെ കീഴിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വിജയിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ടുള്ള അക്കാഡമിക് സിറ്റികൾ കൊണ്ടുവന്ന് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് തൊഴിൽ മേഖല പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് എന്ന് ഈ ബിന്ദു മിനിസ്റ്ററുടെ കീഴിൽ ഉണ്ടായി എന്ന് ഒരു ഇടതുപക്ഷക്കാരൻ പോലും സമ്മതിക്കില്ല. നിങ്ങൾ പോളണ്ടിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും കയറ്റി വിടുന്നതിലല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല ഇരിക്കുന്നത്. മുങ്ങ്